ചാനൽ ട്രിനിറ്റി വോയിസ്. കൂട്ടുകാരിൽ പാരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പാരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലൻ പേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിലൻ പേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് സൺഡേ സ്പെഷ്യലാണ് കഥാവാരം. 2 കഥകളാണ് നമ്മളിവിടെ. അതിൻ്റെ കുറേശ്ശെ പോർഷൻ നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് 2 കഥകളാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒന്ന് എസ്തറിൻ്റെ പുസ്തകത്തിൽ നിന്നും. ആ 2 കഥകൾ നമുക്ക് നോക്കാം. രൂത്ത് ചാപ്റ്റർ 2 വേർഡ്സ് 2 and 3. അതായത് രൂത്തിൻ്റെ പുസ്തകം 2:2-3, 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. And Ruth the Moabite said unto Naomi, let me now go to the field and glean ears of corn after him in whose sight I shall find grace. And she said unto her, go my daughter. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ ബോവസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. And she went and came and gleaned in the field after the reapers, and her harp was to light on a part of the field belonging unto Boaz, who was of the wonders of Elimelech. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. സെക്കൻഡ് സെഷൻ എസ്തറിൻ്റെ കഥയാണ്, എസ്തേഴ്സ് സ്റ്റോറി. എസ്തർ ചാപ്റ്റർ 1 വേർഡ്സ് 8 and 9. എസ്തർ 1:8-9 വാക്യങ്ങൾ. എന്നാൽ രാജാവ് തൻ്റെ രാജധാനി വിചാരകന്മാരോട്, ആരെയും നിർബന്ധിക്കരുത്, ഓരോരുത്തരും താന്താൻ്റെ മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെ ആയിരുന്നു. And the drinking was according to the law, none did compel, for so the king had appointed to all the officers of his house, that they should do according to every man's pleasure. രാജ്ഞിയായ വസ്തിയും അഹശ്വേരോശ് രാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. And also Vasti the queen of made a feast for the women in the royal house which belonged to King Ahasuerus. അപ്പോൾ നമ്മുടെ 2 സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.